മുത്തശ്ശിയുടെ കൈയും പിടിച്ച് കലാമത്സരങ്ങളിൽ പങ്കെടുക്കാൻ പോയിരുന്ന ഒരു 6 വയസ്സുകാരൻ. അച്ഛൻ ഗൾഫിലായിരുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശി തന്നെ ആയിരുന്നു കുഞ്ഞിലെ മുതലേ അവനെ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാനൊക്കെ കൊണ്ടുപോയിരുന്നതും പ്രോത്സാഹിപ്പിച്ചിരുന്നതും. എല്ലാവരും തങ്ങളുടെ മക്കളെ ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനും വേണ്ടി മാത്രം പഠിപ്പിച്ചിരുന്ന ആ കാലത്ത് നിനക്കിഷ്ടമുള്ളതായാൽ മതി എന്ന് പറഞ്ഞ്, നിനക്കിഷ്ടമുള്ളത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവനൊപ്പം നിന്ന മാതാപിതാക്കൾ. സ്കൂളിൽ പാട്ടും മോണോ ആക്റ്റും നാടകവും ഒക്കെയായി ഒരു കലാകാരനായി തന്നെ അവൻ വളർന്നു വന്നു. വലുതാകുമ്പോൾ എനിക്ക് അന്നം തരാൻ പോകുന്നത് കല തന്നെ ആയിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ, മനസ്സിൽ ഉറപ്പിച്ച കലാകാരൻ. സ്റ്റുഡിയോയിലെ ഹെഡ്സെറ്റ് ഒന്ന് ചെവിയിൽ വയ്ക്കാൻ കൊതിച്ചിരുന്ന ആ 2ാം ക്ലാസ്സുകാരനെ 2 പ്രലോഭനങ്ങളിൽ വീഴ്ത്തി ഒരു സിനിമയിൽ പാടിക്കുന്നു. 1 മോഹൻലാലിനെ കാണിച്ചു തരാം, 2 ഹെഡ്സെറ്റ് ചെവിയിൽ വയ്ക്കാം. സ്വാമി ശരണമേ ലാലേട്ടനോടൊപ്പം 3 കുഞ്ഞിപ്പിള്ളേർ ചേർന്ന് കോറസ് പാടിയ ആ ഹരഹരോ ഹരഹരയിലെ ഒരു ഹരഹരോ ഹരഹര അവൻ്റെ ശബ്ദമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ലൊക്കേഷൻ ചെന്നൈ. വിദ്യാസാഗർ തൻ്റെ സ്റ്റുഡിയോയിൽ തിരക്കിട്ട റെക്കോർഡിങ്ങിലാണ്. കോറസ് പാടാൻ 3 പേര് വേണം. അതിനുവേണ്ടി ഇനി വേറെ ആളെ കൊണ്ടുവരാനുള്ള സമയമൊന്നും ഇല്ല. അതുകൊണ്ട് തൻ്റെ മാനേജരെയും റെക്കോർഡ്സിനെയും കോറസ് പാടാൻ വേണ്ടി വിദ്യാജി പിടിച്ച് മൈക്കിന് മുന്നിൽ നിർത്തി. ഇനി ഒരാൾ കൂടി വേണം. സ്ഥിരമായി തന്നോട് ചാൻസ് ചോദിച്ച് വരാറുള്ളൊരു പയ്യൻ സ്റ്റുഡിയോയുടെ മുന്നിലെ ചായക്കടയിൽ ചായ കുടിച്ച് നിപ്പുണ്ടാവും. അവൻ അവിടെ ഉണ്ടെങ്കിൽ അവനെ കൂടി വിളിക്കാൻ പറഞ്ഞു വിദ്യാജി. അങ്ങനെ ആ ചായക്കടയിൽ ചായ കുടിച്ച് നിന്ന് ആ പയ്യൻ കയറി കോറസ് പാടി. അതിഷ്ടപ്പെട്ട വിദ്യാജി ഒരു പാട്ടിനിടയിൽ വരുന്ന ഒരു പോർഷൻ അവനോട് പാടാൻ പറഞ്ഞു. അവനത് പാടി. ഇതാ ഇങ്ങനെ. അന്ന് ഹരഹരോ പാടി തുടങ്ങിയ, ഒരു ചാൻസിന് വേണ്ടി ഒരുപാട് അലഞ്ഞു നടന്ന, പിന്നീട് മലയാളികളുടെ ഓരോ വികാരത്തിനും തൻ്റെ ശബ്ദം കൊണ്ട് മാറ്റുകൂട്ടിയ, മലയാളികളുടെ സ്വന്തം, ഏഷ്യാനെറ്റിൻ്റെ സ്വന്തം, സ്റ്റാർ സിംഗറിൻ്റെ സ്വന്തം വിധു പ്രതാപ്. ശരത് സാറിൻ്റെ സംഗീതത്തിൽ ദേവദാസി എന്ന സിനിമയിലെ ഏറെ പ്രയാസമേറിയ ഈ പാട്ട് ശരത് സാർ കൈ കാണിക്കുന്നതിനനുസരിച്ച് പാടി മലയാള സിനിമയിൽ അരങ്ങേറ്റം. നിറമെന്ന സിനിമയിൽ തന്നെ വിദ്യാജിയുടെ സംഗീതത്തിൽ ശുക്രിയ എന്ന പാട്ട് പാടിയെങ്കിലും ആ പാട്ട് സിനിമയിൽ ഇടം നേടിയില്ല, കാസറ്റിലുണ്ടായിരുന്നു. തൊട്ടടുത്ത വർഷം ഗുരുകൂടിയായ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതത്തിൽ പാടിയ ഈ ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. അത് തൻ്റെ വെറും 21ാം വയസ്സിൽ ഈ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഗായകനെന്ന ഇന്നും തകർക്കപ്പെടാത്ത റെക്കോർഡ്. അന്നേ പലരും ശ്രദ്ധിച്ചിരുന്നെങ്കിലും വിധു പ്രതാപ് എന്ന പേര് മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടുന്നത് വിദ്യാജിയുടെ സംഗീതത്തിൽ തന്നെ പാടിയ ഈ സൂപ്പർ ഹിറ്റ് ഗാനത്തിലൂടെയായിരുന്നു. അതേ വർഷം തന്നെ വിധു പ്രതാപ് എന്ന ഗായകന്റെ പേര് മലയാളി മനസ്സുകളിൽ പതിച്ച ഒരു പാട്ടുകൂടി പിറന്നു. മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ അന്നുവരെ മലയാളത്തിൽ ആരും കേട്ടിട്ടില്ലാത്ത ശൈലിയിലുള്ളൊരു വ്യത്യസ്തമായ സുഖമുള്ള പാട്ട്. വിധു പ്രതാപ് എന്ന ഗായകന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച പാട്ട്. അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണീ സന്ധ്യ. പിന്നെ അങ്ങോട്ട് ഒരു തിരിഞ്ഞു നോട്ടമില്ല. മലയാള സിനിമയിൽ യുവത്വത്തിന്റെ ഒരു കുത്തൊഴുക്ക് തന്നെ കണ്ട വർഷങ്ങൾ. ആ പുതുമുഖ നായകന്മാർക്കെല്ലാം പാടുമ്പോൾ ഒരേ സ്വരമായിരുന്നു വിധു പ്രതാപിന്റെ സ്വരം. ഗുജറാത്തി കാതള കെട്ടിയ മലയാളി പെണ്ണാണു നീ, പഞ്ചാബി ലഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണു നീ,
പൃഥ്വിരാജിന് വേണ്ടി വിധു പ്രതാപ് പാടിയ പാട്ടുകളൊക്കെയും കേൾക്കാനും കാണാനും ഒരു പ്രത്യേക സുഖം തന്നെയായിരുന്നു. മോഹൻ സിതാരയുടെ ഗാനങ്ങൾ തുടരെ തുടരെ പാടി അദ്ദേഹത്തിന്റെ പ്രിയ ഗായകനായി വിധു പ്രതാപ് മാറി. അദ്ദേഹത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ പ്രിയ ഗായകനായി വിധു പ്രതാപ് മാറിയ കാലം. മുന്നേ ദേവരാജൻ മാഷിന്റെ വേദികളിൽ അടിച്ചുപൊളിപ്പാട്ടുകൾ പാടിയിരുന്ന വിധു പ്രതാപിന്റെ ശബ്ദം പ്രണയഗാനങ്ങൾക്കും മെലഡികൾക്കും പറ്റിയതാണെന്ന് പറഞ്ഞ് ഒരു തിരിച്ചറിവ് നൽകുന്നത് സാക്ഷാൽ ദേവരാജൻ മാഷ് തന്നെയായിരുന്നു. പ്രണയഗാനങ്ങൾ വിധു പ്രതാപ് ഫീൽ കൊടുത്ത് പാടുന്നത് കേട്ട ദേവരാജ മാഷ് വിധുവണ്ണനോട് ചോദിച്ചു, വിധു നീ പ്രണയിച്ചിട്ടുണ്ടോ? എന്ത് ചോദ്യമാണല്ലേ. അഷ്ടമിരോഹിണിയിൽ ജനിച്ച വിധുവണ്ണനോട് പ്രണയിച്ചിട്ടുണ്ടോ? ഉള്ളിൽ പ്രണയമുള്ളവർക്ക് മാത്രമേ പ്രണയഗാനങ്ങൾ ഇത്രയും ഫീലോടെ പാടാൻ കഴിയൂ, ദേവരാജ മാഷ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രണയഗാനങ്ങൾ ഹൃദയത്തിൽ നിന്ന് പാടുന്നതിന് നമ്മുടെ വിധുവണ്ണന് ഒരു ഗോൾഡൻ സ്റ്റാർ തന്നെ കൊടുക്കേണ്ടി വരും. അത്രമേൽ മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന എത്ര മനോഹര പ്രണയഗാനങ്ങൾ. പ്രണയഗാനങ്ങൾ പോലെ തന്നെ അടിച്ചുപൊളി പാട്ടുകൾ. ആഘോഷപ്പാട്ടുകൾ. കണ്ണു നിറയ്ക്കുന്ന പാട്ടുകൾ. ഖവാലി. എല്ലാം ഈ കൈകളിൽ ഭദ്രം. ഇസൈജ്ഞാനി സാക്ഷാൽ രാജാ സാറിന്റെ സംഗീതത്തിൽ തമിഴിലും അരങ്ങേറി വിധു പ്രതാപ്. ഇതിനിടെ 2003 തൻ്റെ കോളേജിലെ പഴയ ജൂനിയേഴ്സ് ആയിരുന്ന മനു രമേശനോടും കുഞ്ഞുണ്ണിയോടുമൊപ്പം പകൽക്കിനാവ് എന്ന പേരിൽ ഒരു ആൽബം ചെയ്യുന്നു. ആ ആൽബത്തിൽ നായികയാവാൻ വന്ന ദീപ്തി എന്ന നായിക നടി വിധു പ്രതാപിന്റെ ജീവിതത്തിലും നായികയായി മാറുന്നു. വാലന്റൈൻസ് ഡേ ഡിന്നറിന് ക്ഷണിച്ചപ്പോൾ അച്ഛനെയും അമ്മയെയും കൂടെ കൂട്ടി വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്കൊപ്പം കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോയ മാതൃക പുരുഷോത്തമൻ. ദേശീയ ഹർത്താൽ ദിനം രാജ്യം മൊത്തം പണി മുടക്കിയപ്പോൾ പണി മുടക്കാതെ അന്ന് തന്നെ കല്യാണം കഴിച്ച വിധുവണ്ണൻ. വിവാഹത്തിന് 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ പോലും അലക്സ് പോളിന്റെ സംഗീതത്തിൽ സ്റ്റുഡിയോയിൽ പാട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന ആത്മാർത്ഥതയുടെ നിറക്കുടം. ഗാനമേളകളിലൂടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ സ്നേഹം നേരിട്ട് പിടിച്ചു വാങ്ങിയ കലാകാരൻ. ഒരു കലാകാരൻ എന്നതിലുപരി എന്തിനേയും ചിരിച്ചുകൊണ്ട് നേരിടുന്ന മികച്ചൊരു വ്യക്തിത്വം.
ഇന്ന് ഗാനമേളകൾക്കും മുകളിൽ ഇറ്റ്സ് വിധു പ്രതാപ് എന്ന പേരിൽ സ്വന്തമായൊരു ബാൻഡ്. ആദ്യ സീസൺ മുതൽ തന്നെ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറിന്റെ ഒരു ഭാഗമായ ഏഷ്യാനെറ്റ് കുടുംബത്തിലെ ഒരു അംഗമായി മാറിയ വിധു പ്രതാപ്. കുഞ്ഞിലെ അമ്മുമ്മയുടെ കൈയും പിടിച്ച് മത്സരവേദികളിൽ എത്തിയിരുന്ന വിധു. നിത്യമാം ശാന്തിയിൽ നാം ഉറങ്ങും നേരം എത്രയോ രാവുകൾ മത്സരത്തിന് തൊട്ടു മുൻപ് പോലും കളിച്ചു നടന്നിട്ട് ഫൈനൽ കോളിന് വിയർത്തു കുളിച്ച് സ്റ്റേജിലേക്ക് എത്തി അമ്മുമ്മയുടെ കയ്യിൽ നിന്ന് നുള്ളും വാങ്ങി വേദിയിൽ കയറി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിരുന്ന വിധു. ചാനലൊന്നും മാറ്റുക പോലും ചെയ്യാതെ ഏഷ്യാനെറ്റ് മാത്രം കണ്ടിരുന്ന അമ്മുമ്മ. ഏഷ്യാനെറ്റിൽ വിധു വന്നാൽ മാത്രം വിധുവിനെ അംഗീകരിച്ചിരുന്ന അമ്മുമ്മ. എന്തിനും ഏതിനും പ്രോത്സാഹനമായി നിന്ന, വഴക്ക് കൂടിയ, മോണോ ആക്റ്റൊക്കെ തന്നെ പഠിപ്പിച്ച, കാലിൽ വെരിക്കോസ് വെയിനിന്റെ അസുഖം ഉണ്ടായിരുന്നിട്ടും ബാൻഡേജ് ചുറ്റി വേദികളിൽ നിന്ന് വേദികളിലേക്ക് വിധുവിനെ കൊണ്ടു നടന്ന അമ്മുമ്മ. ആ അമ്മുമ്മയെ വിധു പ്രതാപിന് നഷ്ടമായത് ഇക്കഴിഞ്ഞ മാസമായിരുന്നു. മലയാള സിനിമയിൽ കൈപിടിച്ചു കയറ്റാൻ ഒരു ഗോഡ് ഫാദറോ അവസരങ്ങൾ കൊടുക്കാൻ ബന്ധുക്കളോ ഇല്ലാതിരുന്ന വിധു പ്രതാപ്, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന വിധു പ്രതാപ് മലയാള സിനിമ പിന്നണി ഗാന രംഗത്ത് 25 വർഷങ്ങൾ, 4 നൂറ്റാണ്ട് തികയ്ക്കുകയാണ്. സ്റ്റാർ സിംഗറിന്റെ നെടും തൂൺ, കോൺവെന്റ് സ്കൂളിന്റെ എല്ലാമായ വിധുവണ്ണന് ഇന്ന് പിറന്നാൾ. ഹാപ്പി ബർത്ത്ഡേ വിധുവണ്ണ.